അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 168. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ അഅലയിലെ ഒന്നാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2ഉം 3ഉം ആയത്തുകളാണ്. വിശാലമായ വ്യാഖ്യാനമുള്ള ഈ ആയത്തുകളെ ചെറിയ രൂപത്തിൽ ഒന്ന് അവതരിപ്പിക്കാം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ തങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരിനെ തങ്ങൾ പ്രകീർത്തിക്കണം, രക്ഷിതാവിനെ തങ്ങൾ പ്രകീർത്തിക്കണം നബിയെ. ഇത് പറഞ്ഞിട്ട് അള്ളാഹു ആരാണ് പടച്ച റബ്ബ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖ, സൃഷ്ടികർമ്മം നടത്തിയവനാണവൻ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതവനാണ്. ഫസവ്വ, സൃഷ്ടികർമ്മത്തിലെ സന്തുലിതത്വം നിലനിർത്തിയതും അവനാണ്. വസ്തുക്കളെയെല്ലാം സൃഷ്ടിച്ചു എന്നത് മാത്രമല്ല അവൻ്റെ പ്രത്യേകത, മറിച്ച് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, സമപ്പെടുത്തി, അതിലെ സന്തുലിതാവസ്ഥ നിലനിർത്തി. ഓരോ വസ്തുക്കൾക്കും അതിന് വേണ്ട വണ്ണത്തിലും നീളത്തിലും കാലും കൈയും തലയും ഉടലും ഒക്കെ നൽകി എന്നർത്ഥം. അതുപോലെ ആ വസ്തുക്കളുടെ ജീവിതം പരിപൂർണമാവാൻ, അതിൻ്റെ ജീവിത മാർഗവും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ എളുപ്പമാകുകയും സമ്പൂർണത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രൂപത്തിൽ ആ വസ്തുവിനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഒരു സ്രഷ്ടാവ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ തീർച്ചയായും ആ സ്രഷ്ടാവ് സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അതോടൊപ്പം യുക്തിഭദ്രമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവനിൽ നിന്ന് വരുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും അവൻ പടച്ചപ്പോൾ ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ കെട്ടുറപ്പുകൾ നൽകിയിട്ടുണ്ട്. എല്ലിനു കൊടുക്കേണ്ട ബലം, എന്നാൽ അതേ സമയം തന്നെ ശത്രുവിൽ നിന്ന് വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന പല്ലിക്ക് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്ന വാലും, അതുപോലെ മുറിഞ്ഞു പോകാത്ത വാല് വാനരന് നൽകി ആ വാല് പലപ്പോഴും തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശേഷി നൽകിയതും എല്ലാം അള്ളാഹുവാണ് എന്നർത്ഥം. ഇത് പറഞ്ഞാൽ നീണ്ടുപോകും, അതിനു മാത്രം ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. നമുക്ക് അല്ലാഹു നൽകിയ കൈകളിൽ ഒന്ന് നീണ്ടതും ഒന്ന് കുറിയതും അല്ല. അല്ലദീ ഖലഖ ഫസവ്വ, എങ്ങനെയെങ്കിലും അങ്ങ് സൃഷ്ടിച്ചു എന്നല്ല, സൃഷ്ടിച്ചപ്പോൾ അതിൽ സന്തുലിതത്വം നിലനിർത്തി, സമത്വം നിലനിർത്തിയവനാണ് പടച്ച റബ്ബ്. അങ്ങനെ കാലുകളുടെയും കൈകളുടെയും മറ്റവയവങ്ങളുടെയും ഒക്കെ അവസ്ഥ ഏതാണ്? ഓരോ അവയവും അത് വേണ്ട രൂപത്തിൽ അവൻ പടച്ചു. ഓരോ ജീവികളുടെയും ഭാഗങ്ങളെ അവൻ സന്തുലിതപ്പെടുത്തി അത്ഭുതകരമായ രൂപത്തിൽ മുഴുവൻ അവയവങ്ങളുടെയും ഫിറ്റിങ്ങുകൾ നിർവഹിച്ചവനാണ് പടച്ച റബ്ബ് എന്നർത്ഥം. ഇനി തൊട്ടടുത്തത് പറയുന്നത് വല്ലദീ ഖദ്ദറ ഫഹദ, അവനാണ് എല്ലാം കണക്കാക്കിയത്. ഓരോ വസ്തുവിനും
അവനൊരു രീതി കണക്കാക്കിയിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് അതതിൻ്റെ സഹജീവിയുമായി കഴിയേണ്ടത്, ഇണയുമായി കഴിയേണ്ടത്, മക്കളെ പോറ്റേണ്ടത്, അതിൻ്റെ അന്നം കണ്ടെത്തേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ ജീവിക്കും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ഫഹദ, ആ കണക്കാക്കിയ ശൈലിയിലേക്ക് അള്ളാഹു ആ ജീവിക്ക് വഴി കാണിച്ചു കൊടുത്തു. വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാ വസ്തുക്കൾക്കും വേണ്ടതൊക്കെ കണക്കാക്കുകയും ആ കണക്കാക്കിയ മസ്ലഹത്തിലേക്ക് അതിന് വഴി കാണിക്കുകയും ചെയ്ത റബ്ബാണ് നബിയെ തങ്ങളുടെ രക്ഷിതാവ്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഓരോ വസ്തുക്കളെയും ഏതൊരു ലക്ഷ്യത്തിലാണോ അള്ളാഹു പടച്ചത് ആ ലക്ഷ്യത്തിലേക്ക് ആ വസ്തുവിന് വഴി കാണിക്കുന്നതിന് ഉദാഹരണം ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഉടുമ്പ് പ്രസവിച്ച ഉടനെ 2 ദിവസം അതിൻ്റെ കുഞ്ഞിനെ മണ്ണിൽ വെക്കില്ല. ഉറുമ്പരിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അത് അന്തരീക്ഷത്തിലേക്ക് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ വായിൽ അന്തരീക്ഷത്തിലേക്ക് പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കും 2 ദിവസം. എന്താ കാരണം? അത് ഒരു മാംസക്കഷ്ണമായിട്ടാണ് ഉടുമ്പ് അതിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അവയവങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഭൂമിയിൽ വച്ചാൽ ഉറുമ്പരിക്കുന്ന അവസ്ഥയിൽ ഒരു പച്ച മുറിവ് പോലെയുള്ള ഒരു മാംസക്കഷ്ണം പോലെയാണ് അതിനെ പ്രസവിക്കുന്നത്. എന്നാൽ 2 ദിവസം കൊണ്ട് അത് ഉണങ്ങുകയും ഉറുമ്പരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അത്രയും ദിവസം 2 ദിവസം അത് അന്തരീക്ഷത്തിൽ അതിൻ്റെ കുഞ്ഞിനെ പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നു. ഇവിടെ ചോദ്യം, ആരാണ് ഈ ഉടുമ്പിനോട് അതിൻ്റെ കുഞ്ഞിനെ പൊക്കിപ്പിടിക്കണമെന്ന് പറഞ്ഞത്? ഇതേ രൂപത്തിൽ ഒരു തേളിനെയും ഒരു എലിയെയും ഒരു ഗ്ലാസ്സിലിട്ട് നമ്മൾ അടച്ചാൽ ആ എലി ആദ്യം ചെയ്യുന്നത് തേളിൻ്റെ സൂചികൾ വെട്ടിക്കളയുന്ന, അതിൻ്റെ ഇറുക്കാലുകൾ വെട്ടിക്കളയുന്ന അവസ്ഥയാണ് നമ്മൾ ആദ്യം കാണുന്നത്. കാരണം തനിക്ക് അപകടമുള്ള മേഖല, അവയവം ഇതിൻ്റെ ഈ കൈകളാണ്, തേളിൻ്റെ കൈകളാണ്, അതുകൊണ്ട് അതെന്നെ വേദനിപ്പിക്കും എന്ന് ഈ എലി തിരിച്ചറിയുകയാണ്. ആരാണ് എലിയുടെ മസ്തിഷ്കത്തിൽ ഇതേക്കുറിച്ച് ബോധനം നൽകിയവൻ? അതേ രൂപത്തിൽ തന്നെയാണ് ഉറുമ്പിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നാളത്തേക്ക് വേണ്ടി, മറ്റൊരു സീസണിലേക്ക് വേണ്ടി, മഴക്കാലത്തേക്ക് വേണ്ടിയൊക്കെ അത് ധാന്യങ്ങൾ അതിൻ്റെ ഗുഹയിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കുന്നത് കാണാം. ശേഖരിച്ചു കൊണ്ടുപോയി വെക്കുമ്പോൾ ഗുഹയുടെ ഉള്ളിൽ നനവുണ്ടെങ്കിൽ ആ ധാന്യത്തെ 2ആയി പൊളിക്കും. കാരണം 2ആയി പൊളിച്ചില്ലെങ്കിൽ നനവ് തട്ടിയാൽ ധാന്യം മുളക്കും. മുളക്കാതിരിക്കാൻ വേണ്ടി 2ആയി പൊളിക്കും. എന്നിട്ടും അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഉണങ്ങിയ ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. ആരാണ് ഈ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ ഇത് മുളക്കുമെന്നതിനോട് പറഞ്ഞു കൊടുത്തത്? ഇതിനെ 2ആയി പൊളിക്കണമെന്നതിനോട് പറഞ്ഞു കൊടുത്തത് ആരാണ്? അവിടെയാണ് നമ്മുടെ ഈ ആയത്ത് പ്രസക്തമാകുന്നത്. വല്ലദീ ഖദ്ദറ ഫഹദ, ഉറുമ്പിനെ പടച്ച റബ്ബാണ് അതിന് വേണ്ടതിലേക്കൊക്കെ അതിന് മാർഗദർശനം നൽകുന്നത്. ഇതേ രൂപത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. നായ, പോലീസ് നായയുടെ അത്ഭുതമൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അത് കുറ്റവാളിയെ കുറ്റം തെളിയിക്കുന്നതും കുറ്റവാളിയെ കണ്ടെത്തുന്നതുമൊക്കെ പലപ്പോഴും കാണുന്നതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, സമയം വൈകിപ്പോകും എന്ന് ഭയന്നുകൊണ്ടാണ്. ഇനി വളരെ സ്പഷ്ടമായ ഒരു ഉദാഹരണവും കൂടെ പറയട്ടെ, വേഗം മനസ്സിലാക്കാൻ. നമ്മൾ വിരിയാറായ 2 മുട്ടകൾ കൊണ്ടുപോയി ഒരു കുളത്തിൻ്റെ കരയിൽ വെക്കുന്നു, ഒരു കുളക്കരയിൽ വെക്കുന്നു. കുളത്തിൻ്റെ വക്കിൽ കൊണ്ടുപോയി വെച്ചു. ഒന്ന് കോഴിമുട്ടയാണ്, മറ്റൊന്ന് താറാവ് മുട്ടയാണ്. ഉടനെ അത് വിരിഞ്ഞു. വിരിഞ്ഞു കഴിഞ്ഞാൽ നാം കാണുന്നത് എന്താണ്? കോഴിക്കുട്ടി പേടിച്ച് വിറച്ച് വെള്ളത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ്, പിന്നോട്ടടിച്ചു പോരുന്നതായിട്ട്, കരയിലേക്ക് തന്നെ നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം
താറാവിൻ്റെ കുഞ്ഞ് ഒരു ഭയവുമില്ലാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു, നീന്തി കളിക്കുന്നു. വാഴജബ, എന്തൊരത്ഭുതമാണിത്! ആരാണിവിടെ കോഴിക്കുഞ്ഞിനോട് പറഞ്ഞത് നീ വെള്ളത്തിലേക്ക് ചാടരുത്, നീ വെള്ളത്തിലേക്ക് ചാടിയാൽ ആണ്ടുപോകും, നീ പൊങ്ങിക്കിടക്കില്ല എന്നും, അതേസമയം താറാവ് കുഞ്ഞിനോട് നീ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, നീ ആണ്ടുപോകില്ല, ധൈര്യമായി ചാടിക്കോ എന്നും പറഞ്ഞവൻ ആരാണ്? മറുപടി ഒന്നു മാത്രമാണ്, ഹുവല്ലദീ ഖലഖ ഫസവ്വ, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സൃഷ്ടികർമ്മം നൽകി സന്തുലിതാവസ്ഥ നിലനിർത്തി എല്ലാറ്റിനും ഓരോ രീതികൾ കണക്കാക്കി ആ രീതിയിലേക്ക് ആ വസ്തുവിന് ഗൈഡൻസ് നൽകിയ റബ്ബ് അതാരാണോ അവനാണ് ഇതെല്ലാം നൽകിയത്. അതുകൊണ്ടാണ് ഫറോവ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട്, അതുപോലെ തന്നെ നമ്മുടെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബിയോടും ഒരു ചോദ്യം ചോദിച്ചു. ഖാല ഫമൻ റബ്ബുക്കുമാ യാ മൂസ, മൂസ നിങ്ങളുടെ റബ്ബ് ആരാണ്? മൂസ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചതാണ്. നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാറൂൻ നബിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റബ്ബ് ആരാണ്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അതാണ് മൂസ നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞത്. എൻ്റെ റബ്ബ് ആരാണെന്നോ, എൻ്റെ റബ്ബ്, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖ, ഓരോ വസ്തുവിനും അതിൻ്റെ കുറ്റമറ്റ സൃഷ്ടിപ്പു രീതി നൽകുകയും ശാസ്ത്രീയമായ സൃഷ്ടിപ്പു രീതി നൽകി, സിസ്റ്റം നൽകി, സുമ്മഹദ അതിലേക്ക് ആ വസ്തുവിനെ വഴി തെളിയിച്ച, അതിന് മാർഗദർശനം നൽകിയ, വഴി കാണിച്ചു കൊടുത്ത റബ്ബാണ് എൻ്റെ റബ്ബ് എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം മറുപടി പറയാനുണ്ടായ കാരണവും അതാണ്. ഈ വസ്തുക്കളുടെയൊക്കെ യാഥാർത്ഥ്യങ്ങളും രഹസ്യങ്ങളും മനസ്സിലാക്കി ഏകനായ റബ്ബിനെ മനസ്സിലാക്കി അവനെ ആരാധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു വിശ്വസിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.